നിന്നിൽ മുറിവൊന്നിൽ അലിഞ്ഞൊന്നായി തീരാനാ കൈകൾ കൂപ്പുന്നു. 3 മലകൾ 3 ജീവിതാനുഭവങ്ങൾ. യേശു സഞ്ചരിച്ച പീഡാസഹനത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ സഞ്ചരിച്ചൊരു യാത്രയിൽ അവൻ്റെ കൂടെ കൈപിടിച്ച് നടന്നു പോകാൻ ഇന്നത്തെ ഗോസ്പൽ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. മരണത്തിൻ്റെ എണ്ണപ്പെട്ട നാളുകൾ എത്തിച്ചേരുമ്പോൾ യേശു ആദ്യം താബോർ മലമുകളിൽ പ്രാർത്ഥിക്കാനായി പോയപ്പോൾ 3 ശിഷ്യന്മാർ കൂടെയുണ്ട്. കൂടെയുള്ളവർ ഇടയ്ക്കൊപ്പി വെച്ച് ഉറങ്ങിപ്പോയി എന്ന് ഗോസ്പൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മലയൊക്കെ കയറിയത് കൊണ്ടാവും ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ടത് മനോഹരമായൊരു കാഴ്ചയാണ്. സ്വർഗമൊക്കെ തുറന്നു നിൽക്കുകയാണ്. അവിടെ നിന്നൊരു സ്വരം വരുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. യേശുവിനെ അന്ന് വരെ കാണാത്ത രീതിയിൽ അവൻ്റെ വസ്ത്രമൊക്കെ വലിയ പ്രകാശത്തോടെ നിൽക്കുന്നു. യേശുവിന് പുതിയ ഭാവമാണ്, പുതിയ രൂപമാണ്. അവൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊന്നും ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല. ഇത് കണ്ട ഉടനെ തന്നെ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 2.5 വർഷം കൂടെ നടന്നതിൽ ഈ ഒരു കാഴ്ച ഇതാദ്യമാണ്. ഇവൻ നമ്മൾ വിചാരിച്ച ആളല്ല. സ്വർഗം തുറന്ന് പ്രവാചകന്മാരൊക്കെ ഇറങ്ങി സംസാരിക്കുകയാണ്. പത്രോസിന് മനസ്സിലായി ഇതാണ് നല്ല സ്ഥലം. ഈ മലയുടെ താഴെ ഇറങ്ങിയ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ, നമുക്കിവിടെ 3 കൂടാരം ഉണ്ടാക്കാം. ഇനി കർത്താവ് തെറ്റിദ്ധരിക്കരുതല്ലോ, ഈ 3 കൂടാരവും ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന്. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ പത്രോസ് പറഞ്ഞു, 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാക്കി. ഇങ്ങനെ 3 കൂടാരങ്ങളുടെ കഥ പറഞ്ഞ് പത്രോസ് നിൽക്കുമ്പോഴാണ് യേശു ആ മല വിട്ട് താഴേക്കിറങ്ങുന്നത്. എണ്ണപ്പെട്ട മരണത്തിൻ്റെ നാളുകളിൽ യേശു എത്തിയ ആദ്യ മലയാണ് താബോർ മല. സ്വർഗം തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ വെളിപാടുണ്ടായിരുന്നൊരിടം. ശാന്തം, സ്വസ്ഥം, സമാധാനം. വലിയ വെളിപാടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വലിയ ആനന്ദത്തിൻ്റെയും ഒരിടം തന്നെയാണത്. സ്വർഗീയ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചം കിട്ടിയിടം. പത്രോസ് വിചാരിച്ചു, ഇതല്ലേ നല്ലത്, ഇതിനപ്പുറത്തേക്ക് എന്തിനാ താഴെ ഇറങ്ങുന്നത്? കർത്താവേ, നമുക്കിവിടെ ഇരിക്കാം, ഇത് മതി, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. പക്ഷേ പൊന്നു തമ്പുരാന് നന്നായിട്ടറിയാം, ഈ മല എനിക്ക് ചേർന്ന ഇടമല്ല. ഇത് ഒരു വിസിറ്റിംഗ് പ്ലേസ് മാത്രമാണ്. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് പോകേണ്ട ഒരിടമാണ്. പക്ഷേ ഇതല്ല എൻ്റെ പെർമനൻറ്റ് പ്ലേസ്. ഇത്ര സന്തോഷവും ആനന്ദമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ നിരന്തര സന്തോഷവും നിരന്തരം ആനന്ദമുള്ള ഇടം അത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമുള്ള ഇടമൊന്നുമല്ല. അതുകൊണ്ട് ആ മലയിൽ നിന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ യേശു താഴെ ഇറങ്ങിയെന്നാണ് നമ്മൾ ഗോസ്പലിൽ വായിക്കുന്നത്. അവൻ തിരിച്ച് മറുപടി പത്രോസിന് പറഞ്ഞതായിട്ട് ഗോസ്പലിൽ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. കാരണം പത്രോസ് മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. യേശു ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പലിൽ നമുക്ക് നൽകുന്ന ആദ്യ പാഠം ഇതാണ്: സന്തോഷത്തിൻ്റെ മാത്രം ജീവിതാനുഭവം അത് ക്രിസ്തുവിന് ചേർന്നൊരിടമല്ല. അതുകൊണ്ട് തന്നെ നമുക്കും ചേർന്നൊരിടമല്ല. അതിനുശേഷം യേശു മറ്റൊരു യാത്ര നടത്തി. യാത്ര നടത്തുമ്പോഴും ഈ 3 പേര് തന്നെയാണ് കൂടെ. യേശു നടത്തിയത് ഒലിവ് മലയിലേക്കാണ്. രക്തം വാർന്ന് ഗെത്സമനയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയം. ഈ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ സ്വർഗമൊന്നും തുറന്നില്ല. അവിടെ വെണ്മയുള്ള പ്രകാശമുള്ള ക്രിസ്തുവിനെ അവർ കണ്ടില്ല. അവിടെ പ്രവാചകന്മാർ ഇറങ്ങി സംസാരിച്ചുമില്ല. പ്രത്യേകിച്ച് വെളിപാടൊന്നും കേട്ടുമില്ല. അന്നും അവ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഉറക്കം ഉണർന്നു നോക്കിയപ്പോൾ പഴയതിനേക്കാളും വളരെ വേഴ്സ് സിറ്റുവേഷനാണ്. രക്തം വിയർത്തൊക്കെ യേശു പ്രാർത്ഥിച്ചു. ഇത് കണ്ടപ്പോഴും ശിഷ്യന്മാർക്ക് സങ്കടം തോന്നിയിട്ടുണ്ടാകണം. പക്ഷേ ആ സങ്കടത്തിൽ അവർ ലീസ്റ്റ് ബോധറായിരുന്നു. അവർ വീണ്ടും കിടന്നുറങ്ങി. യേശു ഈ ഒരു അനുഭവത്തിൽ നിന്നും താഴേക്കിറങ്ങി. കാരണം യേശുവിനറിയാം, എന്നും സന്തോഷം നൽകുന്ന താബോർ മലയോ വളരെയധികം ദുഃഖം നൽകുന്ന ഒലിവ് മലയോ അല്ല എൻ്റെ ഇടം. ഏറെ വേദന നൽകിയ ഒലിവ് മല യേശുവിന് ആവശ്യമില്ലായിരുന്നു. അതല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് യേശുവിനറിയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സന്തോഷം ജീവിതത്തിലൂടെ കടന്നു പോകും. വിവാഹ ജീവിതത്തിലൊക്കെ ആയിരിക്കുന്നവർ ഒരു തുടക്കത്തിലെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, വളരെ ആനന്ദകരമായിരിക്കും, പുതിയ ജീവിത അനുഭവമായിരിക്കും. പക്ഷേ നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ വലിയൊരു ഒലിവ് മലയുടെ അനുഭവത്തിലൂടെ കടന്നു പോകും. ഒറ്റയ്ക്കായി പോവും. ആരും കൂടെ ഉണ്ടാകില്ല. അടുത്ത് നിൽക്കുന്നവർ പോലും ചിലപ്പോൾ സംസാരിച്ചെന്ന് വരില്ല. പത്രോസും യോഹന്നാനൊക്കെ സംസാരിക്കാത്ത പോലെ വളരെ വേദനയോടെ ആരുമില്ല എന്നോർത്ത് വേദനിച്ച് നിൽക്കുമ്പോൾ ഒരു സ്വർഗവും തുറക്കപ്പെടില്ല, ഒരു സ്വരവും കേൾക്കില്ല. വളരെ വേദന നിറഞ്ഞൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ യേശുവിൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പോഴും ഉള്ളിലുണ്ടാകണം. സന്തോഷം നൽകുന്ന താബോർ എൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വേദന നൽകുന്ന ഒലിവ് മല എൻ്റെ അല്ല. അതുകൊണ്ട് യേശു അവിടെ നിന്ന് താഴേക്കിറങ്ങി. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് യേശു മറ്റൊരു മല കയറി. ആ മലയാണ്
കാൽവരി മല. യേശുവിനറിയാം, നിരന്തരം സന്തോഷം നൽകുന്ന, ദൈവാനുഭവം നൽകുന്ന, ദൈവത്തിൻ്റെ വെളിപാട് നൽകുന്ന താബോർ മലയും എൻ്റെ അല്ല, ഏറ്റവും അധികം വേദന നൽകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, ദൈവ സാന്നിധ്യമേ അറിയാൻ പറ്റാതെ പോയ ഒലിവ് മലയും എൻ്റെ അല്ല. പക്ഷേ പിതാവ് നിശ്ചയിച്ച ഒരു കാൽവരി മലയുണ്ട്. അത് എനിക്ക് വേണ്ടിയുള്ള ഇടമാണ്. അവിടെ ഞാൻ കയറണം. ഒറ്റയ്ക്കല്ല, എനിക്ക് ദൈവം തന്ന ഒരു കുരിശുമായിട്ടും. ആ മല കയറുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് എന്നേക്കുമായുള്ള സന്തോഷത്തിൻ്റെയും എന്നേക്കുമായുള്ള ദുഃഖത്തിൻ്റെയും സമാപനം നൽകുന്നൊരിടമാണ്. അവിടെ ദൈവത്തിൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകും. ഈ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ദൈവത്തിൻ്റെ സ്വപ്നമാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവം ഓരോ മനുഷ്യരിലും കരുതി വെച്ച ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമി കണ്ട അത്ഭുതമാണ്. അത് ഉയർപ്പിൻ്റെ മഹോത്സവമാണ്. പ്രിയമുള്ളവരെ, യേശു ഇന്ന് ആദ്യത്തെ മലകയറിയ ഗോസ്പലാണ് നമ്മൾ വായിക്കുന്നത്. ചിന്തിക്കണം, ജീവിതത്തിൽ യേശു കടന്നുപോയ 3 അനുഭവങ്ങളുടെ നമ്മളും കടന്നു പോകും. ഒത്തിരി സന്തോഷം നൽകുന്ന താബോർ മലയും ഏറെ വേദന നൽകുന്ന ഒറ്റപ്പെടുന്ന ഒലിവ് മലയും ജീവിതത്തിൽ വരുമ്പോൾ കരുതിക്കൊള്ളണം, ഇത് രണ്ടും നിരന്തരമല്ല. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് കാൽവരിയാണ്. അത് വേദനയാണെന്ന് കരുതിക്കളയരുത്. എന്നേക്കുമായുള്ള ജീവിത അവസാനമാണെന്നും കരുതിക്കളയരുത്. ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കരുതണം. ആ കരുതുന്നിടത്ത് ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഇടമാണ്. മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും അവസാനിക്കുന്നിടത്ത് ദൈവം തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. അതിനുവേണ്ടി വെറുതെ കണ്ണം പൂട്ടി കാത്തിരിക്കാനും ഒരു മലയിൽ തങ്ങി നിൽക്കാതെ ഇറങ്ങി വരാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ഉദ്ധാനത്തിൻ്റെ മഹോത്സവം കാത്തിരിപ്പുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരോടു ഞാൻ പറയണമെൻ വേദന, നീ മാത്രമേ ക്ഷമയോടെ കേൾക്കാനുള്ളൂ. എന്നീശോയേ, എന്നാളും ആശ്വാസം നൽകാനായി മനസ്സിൽ നിറഞ്ഞു വരേണമേ. ആരോടു ഞാൻ പറയണമെൻ വേദന, നീ മാത്രമേ ക്ഷമയോടെ കേൾക്കാനുള്ളൂ. തിരുമേന്തും കുരിശായി മാറി നിൻ ശരീരത്തിൽ ചേർന്നിരും നീ ഞാൻ. ഈശോ, പൊന്നീശോ, കൊതിയോടെ ഞാൻ നിൽപ്പൂ നിന്നിൽ. മുറിവൊന്നിൽ അലിഞ്ഞൊന്നായി തീരാനാ കൈകൾ കൂപ്പുന്നു. ആരോടു ഞാൻ പറയണമെൻ വേദന, നീ മാത്രമേ ക്ഷമയോടെ കേൾക്കാനുള്ളൂ.